ഇന്ന് നമ്മൾ റിയാദിൽ നിന്ന് പോകുന്നത് നാരിയയിലേക്കോട്ടോ. സമയം രാവിലെ 9 മണി. നല്ല പൊടിക്കാറ്റാണ്. അപ്പോൾ നമ്മൾ റിയാദ് റോഡിൽ നിന്ന് കയറി നമ്മൾ റിയാദ് ഹൈവേയിൽ നിന്ന് ഇങ്ങനെ എക്സിറ്റ് ഇറങ്ങിയതാണ്. റിയാദിലെ പൊടിക്കാറ്റാണ് കേട്ടോ. ആ സൈഡിലൊന്നും കാണാൻ പറ്റാത്ത രീതിയിലാണ് പൊടിക്കാറ്റ് ഇവിടെ റോഡിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൈഡിൽ കണ്ടോ നല്ല പൊടിക്കാറ്റ്. അതായത് ഇത് ചെറിയ ഗ്രാമത്തിലൂടെ പോകുന്ന റോഡാട്ടോ. വേണ്ട പഴയ വീടുകളൊക്കെ. ഈ സൈഡിൽ തോട്ടങ്ങളൊക്കെ ഉണ്ട്, കാരക്ക തോട്ടം. അതിൻ്റെയൊക്കെ നടുവിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മസ്രയിൽ നിന്ന് ഒട്ടകത്തെ കൊണ്ടുപോകണത് കണ്ടിട്ടുണ്ടോ? ഇതുപോലെയാണ് കേട്ടോ മസ്രയിൽ നിന്ന് ഒട്ടകത്തെ മറ്റാവശ്യങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇവിടെ റൗണ്ട് അബൌട്ട് ഉണ്ട്. ഈ ഒരു റൗണ്ട് അബൌട്ട് നമുക്ക് അടുത്തോട്ടാണ് പോകുന്നത് കേട്ടോ. ഇവിടെ ഒക്കെ ഉണ്ട് ഇതുപോലെ റോഡ് സൈഡിലെ കച്ചവടങ്ങൾ. നോമ്പായതുകൊണ്ട് രാവിലെ ലീവാണ്. അങ്ങനെ അടുത്ത റൗണ്ട് അബൌട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് നേരെയാണ് പോകുന്നത്. ഇതൊക്കെ സിംഗിൾ റോഡുകളാണ് കേട്ടോ. രണ്ട് സൈഡിലും വേണ്ട മരുഭൂമി, മണലാരണ്യം. അവിടുന്ന് ഇങ്ങോട്ടേക്കും വണ്ടി വരും, ഇവിടുന്ന് അങ്ങോട്ടേക്കും വണ്ടി വരും. അങ്ങനെ റൈറ്റിലേക്ക് റഫിയ എന്ന് പറഞ്ഞ സ്ഥലമാണ്. റഫിയന്റെ ഔട്ടറിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സമയം 12 മണി. ഈ ഒരു റോഡ് വീണ്ടും സിംഗിൾ റോഡാണ്. ഈ റഫിയ ടൗൺ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റോഡ് സ്പീഡ് വളരെ കുറവാണ്. ഇവിടുത്തെ സ്പീഡ് ഉണ്ടോ, വലിയ വണ്ടിക്ക് 50, ബസ്സിന് 80, കാറിന് 100. അപ്പോൾ സ്പീഡ് കുറവാണ് ഈ ഒരു റൂട്ടിൽ. അപ്പോൾ ഇവിടെ സ്പീഡ് കുറവാനുള്ള കാരണം കൂടുതൽ ഒട്ടകങ്ങൾ ഈ ഒരു റോഡ് പാസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഒട്ടകങ്ങൾ ഫാമുകളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു റോഡ് വളരെയധികം സ്പീഡ് കുറച്ച് വെച്ചത്. അപ്പോൾ വാഹനങ്ങൾ അപകടം ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സിസ്റ്റം ഈ ഒരു റോഡിൽ കൊണ്ടുവന്നത്. ഈ ഒരു റോഡ് ഇതുപോലെ 80 കിലോമീറ്റർ 90 കിലോമീറ്ററോളം ഈ ഒരേ സ്പീഡാണ്. കണ്ടോ അവിടെയൊക്കെ ഫുള്ള് ഒട്ടകങ്ങളാണ് ഇങ്ങനെ മേഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തല്ലൂല എന്ന് പറയുന്ന ഒരു ടൗണ് ഇപ്പോൾ കഴിഞ്ഞ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ ഇവിടെയൊക്കെ ഫുൾ പുൽകൃഷികളാണ്. ഈ ഒരു ഭാഗത്ത് റൈറ്റ് സൈഡിൽ ഇങ്ങനെ കാണാൻ പറ്റും. ഒരു റൗണ്ട് ആകൃതിയിലാണ് ഇവർ പുല്ല് കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ സമയം 2:16 ആയിട്ടോ. ഉച്ചക്ക് സമയം 2:16 അങ്ങകലെ ആ ഒരു തോട്ടത്തിലൊക്കെ ഫുൾ ഒട്ടകങ്ങളാട്ടോ. ഒട്ടകങ്ങൾ ഇങ്ങനെ പുല്ല് തിന്നു. അടുത്ത പുൽകൃഷി അടുത്ത ഭാഗത്ത് ഈ റോഡ് സൈഡിൽ ഇങ്ങനെ കാണാം. അടിപൊളി പുൽകൃഷി കണ്ടാ. ഫുൾ പുൽകൃഷി ചെയ്യുന്ന തോട്ടങ്ങളെ മസറകളാണ് ഈ ചുറ്റുഭാഗം ഇങ്ങനെ കാണാൻ സാധിക്കും. പുല്ല് കൃഷി ചെയ്യുന്ന തോട്ടങ്ങളാണ് ഈ രണ്ട് ഭാഗത്തും ഇങ്ങനെ കാണാൻ സാധിക്കും. ഈ റോഡിൽ പോകും. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഫ്ജിയിലേക്ക് പോവാം. അതുപോലെ ഇവിടുന്ന് റൈറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാരിയയിലേക്ക് പോവാം. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് നമ്മൾ നാരിയ റോഡിലേക്ക് എക്സിറ്റ് ഇറങ്ങിയിരിക്കുകയാണ്. ഈ ഒരു റോഡ് ഡബിൾ ലൈനാണ് കേട്ടോ. ഇവിടെ 2 ലൈനുണ്ട്. ഇപ്പോൾ നാരിയയിലേക്ക് 55 കിലോമീറ്റർ ബാക്കി. ഇപ്പോൾ സമയം 2:40. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള ലൈനുണ്ട്, അവിടുന്ന് ഇങ്ങോട്ടേക്ക് സെപ്പറേറ്റ് അപ്പുറത്ത് കൂടെ വേറെ ലൈനുണ്ട്. അവിടെ നമ്മൾ നേരെ പോകുകയാണെന്നുണ്ടെങ്കിൽ ദമാമിലേക്ക് പോകട്ടോ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് കൊറിയാത്ത്, അറാറ്, അങ്ങനെ അവസാനം കൊറിയാത്ത്, ജോർദാൻ്റെ ബോർഡറാണ് കൊറിയാത്ത്. അറാറ് കഴിഞ്ഞിട്ടാണ് കൊറിയാത്ത്. ആ ഒരു റോഡ് വരെ ഈ റോഡ് ബാക്കോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊറിയാത്ത് വരെ പോകാം, ജോർദാൻ്റെ ബോർഡർ വരെ. നമ്മൾ നാരിയയിലേക്ക് വരെ 20 കിലോമീറ്ററായി. 3 മണി 7 മിനിറ്റ് കഴിഞ്ഞ്. അങ്ങനെ നാരിയ എന്ന് പറയുന്ന ടൗണിൽ ആണുള്ളത്. ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കും. നാരിയ ടൗണിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സമയം 3:30 ടൈമായി. ഇനി അടുത്ത വീഡിയോസുമായി